Good morning, guys. This is Ben, and welcome to my channel English and Tech. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സലിലെ സം ഇഫ്സ് ഫംഗ്ഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നത് എക്സലിലെ സം ഇഫ് ഫംഗ്ഷനാണ്. ആ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ആ സം ഇഫ് ഫംഗ്ഷന് ചെറിയൊരു പോരായ്മ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായിരുന്നു ആ പോരായ്മ? ആ പോരായ്മയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ വീഡിയോ ഒന്നുകൂടി കാണണം. സം ഇഫ് ഫംഗ്ഷനെ പറ്റി പറയുന്ന വീഡിയോ ഒന്നുകൂടി കാണണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതാണ്. കാരണം സം ഇഫ് ആണ് ഇതിൻ്റെ ബേസ്, അതിന് ശേഷമാണ് അതിൻ്റെ ഡ്രോബാക്ക് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഫംഗ്ഷനാണ് സം ഇഫ്സ്. ഓക്കെ, ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം. സം ഇഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചിരുന്നത് നമ്മൾക്ക് കാൽക്കുലേറ്റ് സം ബേസ്ഡ് ഓൺ വൺ കണ്ടീഷൻ ആയിരുന്നു. ഒരു കണ്ടീഷൻ വെച്ച് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആയിരുന്നു സം ഇഫ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളെ തളർത്തിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷനിൽ ഒരു കണ്ടീഷൻ മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളതായിരുന്നു. ആ പോരായ്മയെ ഓവർകം ചെയ്യാൻ നമ്മൾ എക്സൽ നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാണ് സം ഇഫ്സ് ഫംഗ്ഷൻ. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. എ ഫംഗ്ഷൻ used to calculate the total of values based on more than one condition. ഒന്നിലധികം കണ്ടീഷനുകൾ ഉപയോഗിച്ച് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷൻ, അതാണ് സം ഇഫ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഈ ഫംഗ്ഷൻ്റെ യൂസേജ് എങ്ങനെയാണ്, ഇത് കുറച്ച് എക്സാമ്പിളുകൾ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കണം, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം. പിന്നെ ഈ ലെസൺ നിങ്ങൾക്ക് മനസ്സിലായാൽ ഈ ലെസണിൻ്റെ വീഡിയോയുടെ താഴെ മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്യണം. മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായും മനസ്സിലായില്ല, എന്താണ് മനസ്സിലാവാത്തത് എന്നും കമൻറ്റ് ചെയ്യണം. തീർച്ചയായും ഞാൻ ആ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. മനസ്സിലായോ? പിന്നെ ലെസൺ ടീച്ചിങ് മെത്തഡോളജി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അവസാനമായി ഇത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോട്ട്, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയയിലോട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി, എക്സൽ പഠിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി. ഛേദമില്ലാത്തൊരു ഉപകാരമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഓക്കെ, ആദ്യമായി ഈ ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യാം. എല്ലാ എക്സൽ ഫംഗ്ഷനുകൾ പോലെയും സം ഇഫ് ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സിമ്പിൾ വെച്ചിട്ടാണ്. ഈക്വൽ, ദെൻ നമ്മൾ സം ഇഫ്സ് എന്ന് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം നമ്മുടെ സം റേഞ്ച് സെലക്ട് ചെയ്യുന്നു. സം റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാല്യൂ റേഞ്ചാണ്. നമ്മുടെ വാല്യൂസ് ഇരിക്കുന്ന റേഞ്ചിനെയാണ് എന്ത് വിളിക്കുന്നത്? സം റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു കോമയ്ക്ക് ശേഷം അടുത്തതായി നമ്മൾ പറയേണ്ടത് നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച് 1 ആണ്. ക്രൈറ്റീരിയ റേഞ്ച് 1 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കണ്ടീഷൻ 1 എവിടെയാണോ ആ റേഞ്ചാണ് ക്രൈറ്റീരിയ റേഞ്ച് 1. ഓക്കെ, അതിനുശേഷം കോമ ഇടണം. കോമയ്ക്ക് ശേഷം നമ്മുടെ ക്രൈറ്റീരിയ 1, അതായത് നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യണം. സം ഇഫ് ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്രൈറ്റീരിയ സ്പെസിഫൈ ചെയ്യുമ്പോൾ സ്പീച്ച് മാർക്ക് അല്ലെങ്കിൽ കൊട്ടേഷൻ മാർക്കിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് കോമ ഇട്ടതിന് ശേഷം ക്രൈറ്റീരിയ റേഞ്ച് 2, അതായത് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ ഏത് റേഞ്ചിലാണോ ഇരിക്കുന്നത് ആ റേഞ്ചാണ് ക്രൈറ്റീരിയ റേഞ്ച് 2 എന്ന് പറയുന്നത്. അതിനുശേഷം ക്രൈറ്റീരിയ 2 നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യണം. ഇങ്ങനെ നമുക്ക് കണ്ടീഷനുകൾ സ്പെസിഫൈ ചെയ്തുകൊണ്ടേയിരിക്കാം. എത്ര കണ്ടീഷനുകൾ സ്പെസിഫൈ ചെയ്യാം? മാക്സിമം 255 കണ്ടീഷൻസ് സം ഇഫിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സം ഇഫ് ഒരു ചില്ലറക്കാരനല്ല, സം ഇഫ്സ് ആണ്. സം ഇഫ്സ് ഒരു ചില്ലറക്കാരനല്ല, അവൻ്റെ ഉള്ളിൽ മാക്സിമം 255ഓളം കണ്ടീഷനുകൾ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയുള്ള എക്സാമ്പിൾ ഒന്ന് നോക്കാം. നമ്മുടെ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ. സീരിയൽ നമ്പർ ഉണ്ട്, പ്രോഡക്റ്റ് നെയിം ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്, എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എമൗണ്ട് റിസീവ്ഡ് ഫ്രം ലേഡീസ് ബാഗ്സ് കാലിക്കറ്റ് ബ്രാഞ്ച്. കാലിക്കറ്റ് ബ്രാഞ്ചിൽ നിന്ന് ലേഡീസ് ബാഗിന് എത്ര എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്തു എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഈക്വൽ സം ഇഫ്സ്. ഓക്കെ,
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി നമ്മൾ ഒന്നാമത്തെ വീഡിയോ ആയിട്ടുള്ള സം ഫംഗ്ഷൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ആ സം ഫംഗ്ഷൻ്റെ വീഡിയോയിലോട്ട് പോയി ഒന്നുകൂടി അത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഒന്നുകൂടി ഞാനിവിടെ പറയാം. നമ്മൾ ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ആയിട്ട് വരും അല്ലേ? അതിനുശേഷം നമ്മുടെ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലേഡീസ് ബാഗ്സ് ആണ് അല്ലേ? പക്ഷേ നമുക്ക് സം ഇഫ് പോലെയല്ല, നമ്മൾ ആദ്യം ക്രൈറ്റീരിയ റേഞ്ച് അല്ല ഇതിൽ സെലക്ട് ചെയ്യേണ്ടത്. പകരം ആദ്യം എമൗണ്ട് റേഞ്ച് അല്ലെങ്കിൽ സം റേഞ്ച് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ എമൗണ്ട് റേഞ്ച് എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. കോമ, അതിനുശേഷം നമ്മുടെ ഒന്നാമത്തെ ക്രൈറ്റീരിയ ലേഡീസ് ബാഗ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ റേഞ്ചാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? നേരെ ഒന്നാമത്തെ ക്രൈറ്റീരിയ റേഞ്ച്, ലേഡീസ് ബാഗ് ഇരിക്കുന്ന റേഞ്ച് സെലക്ട് ചെയ്തു. കോമ, അതിനുശേഷം നമ്മുടെ ക്രൈറ്റീരിയ എഴുതണം. വിതൗട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എഴുതണം. ലേഡീസ് ബാഗ്സ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ടേബിളിൽ ലേഡീസ് ബാഗ് ഇരിക്കുന്നത് എൽ ക്യാപിറ്റൽ ബി ക്യാപിറ്റലാണ്. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഈ ഫംഗ്ഷൻ്റെ ക്രൈറ്റീരിയ കേസ് സെൻസിറ്റീവ് അല്ല. യു ക്യാൻ യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, മിക്സഡ് കേസ്, ഡസൻറ്റ് മാറ്റർ. ഓക്കെ, വീണ്ടും നമ്മൾ കോമ ഇടുന്നു. അതിനുശേഷം നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച് 2, അതായത് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ ഇരിക്കുന്ന റേഞ്ച്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കാലിക്കറ്റ് ബ്രാഞ്ച് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബ്രാഞ്ചിൻ്റെ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം കോമ, അഗെയിൻ സ്പീച്ച് മാർക്ക്, നമ്മൾ നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷനായിട്ടുള്ള കാലിക്കറ്റ് കൊടുക്കുന്നു. കൊട്ടേഷൻ ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻറ്റർ. there you go, റിസൾട്ട് വന്നു. ഓക്കെ, ബൂം, വളരെ ഈസിയാണ്. കറക്റ്റ്. ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കാം. അടുത്തായിട്ട് നമുക്ക് കാണേണ്ടത് കൊച്ചിൻ ബ്രാഞ്ചിൽ നിന്ന് ട്രോളി ബാഗിന് റിസീവ് ചെയ്തിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈക്വൽ സം ഇഫ്സ് ടാബ് വിൽ ഗിവ് യു ദ ബ്രാക്കറ്റ്. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ സം റേഞ്ചാണ്, അതായത് നമ്മുടെ വാല്യൂ റേഞ്ച് സെലക്ട് ചെയ്തു. കോമ, അതിനുശേഷം ക്രൈറ്റീരിയ റേഞ്ച് 1, ട്രോളി ബാഗാണ് എൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ. അതുകൊണ്ട് ഞാൻ പ്രോഡക്റ്റ് റേഞ്ച് സെലക്ട് ചെയ്തു, ക്രൈറ്റീരിയ റേഞ്ച് 1. ദെൻ കോമ, ഇൻ കൊട്ടേഷൻ ട്രോളി ബാഗ്സ്, കൊട്ടേഷൻ ക്ലോസ്, കോമ, ക്രൈറ്റീരിയ റേഞ്ച് 2, കൊച്ചിൻ ബ്രാഞ്ചാണ്. അപ്പോൾ നമ്മുടെ ബ്രാഞ്ചിൻ്റെ കോളം സെലക്ട് ചെയ്യുന്നു. അഗെയിൻ കോമ, ദെൻ കൊച്ചിൻ. കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റർ ചെയ്തപ്പോൾ 4601. there you go, റിസൾട്ട് കിട്ടി. ഓക്കെ, ഇനി മൂന്നാമത് ഒരു പ്രാവശ്യം കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സ്കൂൾ ബാഗ്സ് ഫ്രം കാലിക്കറ്റ് ബ്രാഞ്ച്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി സം ഇഫ്സ്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ സം റേഞ്ച്, അതായത് നമ്മുടെ വാല്യൂ റേഞ്ച്, കോമ, ക്രൈറ്റീരിയ റേഞ്ച് 1, നമ്മുടെ കണ്ടീഷൻ 1 എന്ന് പറയുന്നത് സ്കൂൾ ബാഗ്സ് ആണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റേഞ്ച് ഒരു പ്രാവശ്യം കൂടി സെലക്ട് ചെയ്യുന്നു. കോമ, ഇൻ കൊട്ടേഷൻ നമ്മൾ എന്ത് കൊടുക്കുന്നു? സ്കൂൾ ബാഗ്സ്. Okay, do not make a spelling mistake. Then again branch in the range നമ്മൾ സെലക്ട് ചെയ്യുന്നു. കോമ, ഇൻ കൊട്ടേഷൻ കാലിക്കറ്റ്, നമ്മുടെ കാലിക്കറ്റ് ബ്രാഞ്ച് കൊടുത്തു. there you go, എൻ്റർ ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ റെഡി. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എന്ത്? സം ഇഫ്സ് ഫംഗ്ഷൻ. ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ വെച്ച് നമുക്ക് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ ഷീറ്റ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ഐ ഡി നമ്പർ ഉണ്ട്. കുറച്ചുകൂടി എക്സാമ്പിൾസ് പറയാൻ വേണ്ടിയാണ്. ഒരു 3 more എക്സാമ്പിൾസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഒന്ന് ഈസി ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഐ ഡി നമ്പർ കൊടുത്തിട്ടുണ്ട്, നെയിം കൊടുത്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ കൊടുത്തിട്ടുണ്ട്, സാലറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സാലറി പെയ്ഡ് ഫോർ കാലിക്കറ്റ് ബ്രാഞ്ച് പ്രൊഡക്ഷൻ ടീം. കാലിക്കറ്റ് ബ്രാഞ്ചിൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന ടോട്ടൽ സാലറി എമൗണ്ട് എത്ര, എല്ലാവർക്കും കൂടി വന്നിരിക്കുന്ന ടോട്ടൽ സാലറി എമൗണ്ട് എത്ര. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ കൂടെ ചെയ്തോളൂ. ഈക്വൽ സം ഇഫ്സ്, ഫസ്റ്റ് നമ്മൾ സം റേഞ്ച്, അതായത് നമ്മുടെ സാലറിയുടെ റേഞ്ച്, കോമ, ക്രൈറ്റീരിയ റേഞ്ച് 1, എൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ ബ്രാഞ്ച് ആണ്. അപ്പോൾ ബ്രാഞ്ചിൻ്റെ റേഞ്ച് ഞാൻ സെലക്ട് ചെയ്യുന്നു. കോമ, ക്രൈറ്റീരിയ 1 കാലിക്കറ്റ്. ഓക്കെ, നിങ്ങളിപ്പം മനസ്സിൽ ഇത് പറയുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. ഓക്കെ, അടുത്ത എൻ്റെ രണ്ടാമത്തെ ക്രൈറ്റീരിയ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷനാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ക്രൈറ്റീരിയ റേഞ്ച് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് റേഞ്ച് സെലക്ട് ചെയ്തു. കോമ, പ്രൊഡക്ഷൻ കണ്ടീഷൻ കൊടുത്തു, പ്രൊഡക്ഷൻ. ഡു നോട്ട് മേക്ക് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ബ്രാക്കറ്റ് ക്ലോസ്, എൻറ്റർ. there you go,
കാലിക്കറ്റിൽ പ്രൊഡക്ഷൻ ടീമിന് കൊടുത്തിരിക്കുന്ന സാലറിയുടെ ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു. കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് വയനാട്ടിൽ മാർക്കറ്റിംഗ് ടീമിന് എത്ര ടോട്ടൽ സാലറി പേ ചെയ്തു എന്ന് കൂടി ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ സം ഇഫ്സ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സം റേഞ്ച്, ഫസ്റ്റ് ഈ റേഞ്ച് കോമ, ദെൻ എൻ്റെ ബ്രാഞ്ച് റേഞ്ച് സെലക്ട് ചെയ്തു, അതിനുശേഷം കോമ ബ്രാഞ്ച് വയനാട് കോമ, അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തു കോമ മാർക്കറ്റിംഗ്. കറക്റ്റ്, ബ്രാക്കറ്റ് ക്ലോസ്, എൻറ്റർ. ദെർ യു ഗോ, I got the total. Okay, ഇനി വടകര സർവീസിന് കൂടിയുള്ള ഒന്ന് കണ്ടുപിടിക്കാം. ലാസ്റ്റ്. ഓക്കെ, ഇനി സം ഇഫ്സ്. ഓക്കെ, സം റേഞ്ച് സെലക്ട് കോമ ക്രൈറ്റീരിയ റേഞ്ച് 1. നമുക്ക് ബ്രാഞ്ച് റേഞ്ചാണ് വേണ്ടത്, വടകര ബ്രാഞ്ചിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വലിയ കോളം സെലക്ട് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലെങ്കിൽ തീർച്ചയായും തൊട്ട് മുമ്പത്തെ വീഡിയോ നിങ്ങളൊന്ന് കാണണം. സ്റ്റിൽ ഞാൻ പറയാം. ഞാനിത് ക്ലിക്ക് ചെയ്തു, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ കീ അടിച്ചു കഴിഞ്ഞാൽ ആ കോളം മൊത്തം എന്താവും, സെലക്ട് ആവും. അതിനുശേഷം കൊട്ടേഷൻ വടകര. കറക്റ്റ്, കോമ, ദെൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഐ ക്ലിക്ഡ്, പിന്നെ ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിച്ചു, കോമ, ദെൻ ഐ പുട്ട് വാട്ട്, സർവീസ്. There you go, total ready. Okay, അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് സം ഇഫ്സ് ഫംഗ്ഷൻ ഇപ്പോൾ പഠിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ യൂസേജ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഇത് വാച്ച് ചെയ്തതിന് വളരെ നന്ദി. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്തിരിക്കുക. Thank you for watching. This is Ben signing off. See you again in another lesson. Bye-bye.